students, welcome back to Zala Learning. It's me, Shribhama SB. മക്കളെ എന്തൊക്കെയുണ്ടടാ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ വെൽക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഒരു സ്കേഡായിട്ട് നിങ്ങൾ കുറച്ച് പേടിച്ചാണോ ഇരിക്കുന്നത്? കാരണം മിസ്സിന് ചുറ്റും പാമ്പുകളാണ്, പാമ്പിൻ്റെ നടുവിലാണ് പാവം മിസ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഏത് ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വെൽക്കം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. സ്നേക്കുകളെ പറ്റി പഠിക്കുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്കുണ്ട്. ഏതാണിത്? സ്നേക്ക് ചാർമേഴ്സ് സ്റ്റോറി അല്ലേ? ഒരു കുഞ്ഞതായിട്ടുള്ള ഒരു നമ്മുടെ ആര്യൻ എന്ന് പറയുന്ന ഒരു കുട്ടി കുറേ നറേഷനായിട്ട് പറയുന്ന ഒരു സ്റ്റോറിയാണ് സ്നേക്ക് ചാർമേഴ്സ്. എന്താ സ്നേക്ക് ചാർമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാട്ടികൾ ഇല്ലേ? പാമ്പിനെ പിടിക്കുന്നവര് പാമ്പിനെ പിടിച്ചങ്ങനെ നമ്മൾ ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ സ്നേക്ക് ചാർമേഴ്സ്, പാമ്പാട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അവരെ പറ്റിയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് സെറ്റായിട്ട് പഠിച്ചാലോ? അപ്പൊ നോക്കുക, മിസ്സിതാ ഒരു കാടിന്റെ നടുവിലാണ് നിൽക്കുന്നത്, ഒരു ഫോറസ്റ്റിന്റെ നടുവിൽ മിസ്സിത് അങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെ മിസ്സിന് കാണാൻ പറ്റും? കുറേ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ? സിംഹത്തിന്റെ, എലഫന്റ്, ലയൺ, ടൈഗർ, മങ്കി, അങ്ങനെ ഇഷ്ടംപോലെ ആനിമൽസ് ഉണ്ട്. ഇനി ബേർഡ്സിന്റെ കേസ് നോക്കിയാൽ ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ നമ്മുടെ ഈ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരുപാട് ഡെൻസ് ആയിട്ടുള്ള ഒരുപാട് ആനിമൽസും കാര്യങ്ങളും എല്ലാവരും ഉള്ള ഒരു സ്ഥലമാണ് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഈ ഫോറസ്റ്റിൽ നിങ്ങൾ ഇതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആൻസർ ചെയ്യും. സോ നിങ്ങൾ കമന്റ് ചെയ്താലും മതി, താഴെ കമന്റ് ചെയ്യുക എന്തൊക്കെയാ ഫോറസ്റ്റിൽ കാണുന്ന ആളുകളെന്ന്. അപ്പൊ ഫോറസ്റ്റിൽ കാണുന്ന വേറൊരാളും കൂടി ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ആരാ? സ്നേക്കിനെ പറ്റിയിട്ടാ, പാമ്പിനെ പറ്റിയിട്ടാ അല്ലേ? അപ്പൊ പാമ്പുകള് കുറേ ടൈപ്പ് പാമ്പുകളുള്ള പോയ്സണസ് ഉണ്ട്, നോൺ പോയ്സണസ് ഉണ്ട്. മലമ്പാമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരാളെ വിഴുങ്ങാനുള്ള കഴിവുള്ള ആളാണ് ഈ മലമ്പാമ്പ് എന്നൊക്കെ പറയുന്നത്. സോ സ്നേക്കിനെ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാ സ്നേക്ക് ചാർമേഴ്സ് ഒക്കെ വരും അല്ലെ? പാമ്പാട്ടികളെ പോലെയുള്ള ആളുകൾ വരും. അപ്പൊ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവരെന്ന് പറയാം. കാരണം നമുക്കൊരു പ്രശ്നം, ഇപ്പൊ സ്നേക്സിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ അവരായിരിക്കും നമ്മളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുക. ഈ നാടൻ വൈദ്യം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊക്കെ പോലെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആര്യനെ പറ്റിയിട്ടാണ്. അപ്പൊ ആരെന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞ്, നിങ്ങളെ പോലെ ഒരു കുട്ടിയാണ്. കുട്ടിയുടെ കുറച്ച് നറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ കുട്ടിയുടെ മുത്തശ്ശനെ പറ്റിയിട്ടും ആ കുട്ടിയുടെ ചെറുപ്പകാലത്തെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതില് ഇന്ന് മിസ് പറയുന്നത് ആ കുട്ടി നമ്മുടെ ആര്യൻ, ഇതാണ് നമ്മുടെ ആര്യൻ കേട്ടോ. ആര്യൻ എന്ത് ചെയ്യാണ്? കുറച്ച് മുത്തശ്ശന്റെ കുറച്ച് ഓർമ്മകളെ പറ്റി പറയാണ്. ദാദാജിയുടെ റിമെമ്പർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കടാ, അവരെന്താ പറയുന്നത്? ഫ്രം ദ ടൈം ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വി ഹാവ് ഓൾവേസ് ബീൻ സപ്പേറാസ് എന്ന് വെച്ചാൽ സ്നേക്ക് ചാർമേഴ്സ്. അപ്പൊ ആ ആര്യൻ എന്ന് പറയുന്ന കുട്ടി, അതേപോലെ കുട്ടിയുടെ മുത്തശ്ശനൊക്കെ എന്താണ്? പാരമ്പര്യമായിട്ട് തന്നെ പാമ്പ് പിടിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സ്നേക്ക് ചാർമേഴ്സ് ആണെന്നാണ് പറയുന്നത്. സ്നേക്സ് ഹാവ് ബീൻ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ അവർ ലൈഫ്. അവരുടെ ലൈഫിൽ ഇപ്പൊ പാമ്പാട്ടികളുടെ കേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ സ്നേക്ക് ചാർമേഴ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം അവരുടെ തൊഴിലാണത്, ജോബാണത് അല്ലേ? നമ്മുടെ ജോബ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മിസ്സിന്റെ ജോബ് ടീച്ചിങ് ആണല്ലോ. അപ്പൊ ടീച്ചിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആണ് മക്കള്, നിങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ മിസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലാസ് എടുക്കാൻ പറ്റില്ല. അതേപോലെ ഇവരുടെ ഒരു ജോബാണ് ഈ പാമ്പിനെ പിടിക്കുക, അതിന്റെ വിഷം എടുക്കുക, അതുപോലെ അതിനുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കുക, അങ്ങനെ സ്നേക്ക് ബൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് സ്നേക്ക് എന്ന് പറയുന്നത്. And we used to move from village to village carrying our snakes in bamboo basket. നമ്മളൊരു കഥയായിട്ടോടെ മക്കളെ പഠിക്കുന്നത്, വലിയ ചാപ്റ്റർ ആയിട്ടൊന്നുമല്ല, നമ്മൾ കുട്ടിയായിട്ടുള്ള സ്റ്റോറീസ് ആണ് പഠിക്കുന്നത്. സോ നിങ്ങൾ ആ സ്റ്റോറി ആയിട്ട് തന്നെ മൈൻഡിൽ ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി, സിമ്പിൾ ആയിരിക്കും. അപ്പൊ മിസ് ഒരു സ്നേക്ക് ചാർമർ ആണെന്ന് വെച്ചോ, മിസ് എന്ത് ചെയ്യാണ്? മിസ്സിന്റെ ബാസ്ക്കറ്റിൽ പാമ്പിനെ എടുത്ത് ഇങ്ങനെ ഓരോരോ വില്ലേജുകളിലൂടെ പോവാണ്. അപ്പൊ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ കബീറാസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, അവർ ഒരു വില്ലേജിൽ നിൽക്കില്ല, അവരിങ്ങനെ വില്ലേജ് മാറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഓരോരോ വില്ലേജുകളിലും പോയിട്ട് ഇതുപോലെ എന്ത് ചെയ്യാണ്? പാമ്പിനെ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, whenever we stopped in a village a crowd would gather around us. അപ്പൊ ഞാൻ ഇങ്ങനെ കൊട്ട പിടിച്ചിട്ട് പാമ്പിനെ കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചുറ്റും ഇങ്ങനെ ആളുകൾ കൂടും അല്ലേ? കാരണം അവർക്ക് പാമ്പിന്റെ ഡാൻസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. So we would have taken our snake from the basket. Whenever we stopped the village, crowd would gather around us. Okay, അതേ സെയിം സാധനം തന്നെ അല്ലേ? അപ്പൊ മിസ് ഇപ്പൊ അങ്ങനെ പോവാണെന്ന് വിചാരിച്ചോ. അപ്പൊ മിസ് ഇങ്ങനെ ഇത് പിടിച്ച് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റും
ചുറ്റും കൂടും. എന്തിനു വേണ്ടിയിട്ടാ? ആ കൊട്ടയിൽ നിന്ന് പാമ്പ് വന്നിട്ട് അതിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യും? ആ മകുടി ബീൻ ഉപയോഗിച്ച് ഇങ്ങനെ ഊതിയിട്ട് ഊതല്ല, മ്യൂസിക് വെച്ചിട്ട് ഇങ്ങനെ പാമ്പിന്റെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ട്, പാമ്പിന്റെ സൗണ്ട് അല്ല, പാമ്പിന്റെ ഡാൻസ് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചുറ്റുപാടുകൾ ഒരുപാട് വരാറുണ്ട്. അതിന് മാത്രമല്ല വരുന്നതാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറയുന്നത്. സ്നേക്ക് ബൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? പാമ്പ് കടിച്ചിട്ട് മരണപ്പെട്ട ഒരുപാട് പേരുടെ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതാണ്. സോ പോയിസണസ് ആയിട്ടുള്ള, ഇപ്പൊ കോബ്ര, കിങ് കോബ്ര എന്നൊക്കെ പറയുന്നവരൊക്കെ ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള സ്നേക്സ് ആണ്. അവരൊക്കെ ഒന്ന് ചെറുതായിട്ട് ബൈറ്റ് ചെയ്താൽ മതി, നമ്മുടെ കാര്യം തീരുമാനവും. അപ്പൊ സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടില്ല, എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടെന്നല്ല, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാൽ മെഡിക്കൽ എമർജൻസി ഷുവർ ആയിട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെത്ത് വരെ സംഭവിക്കാം അല്ലെ. അപ്പൊ ഇവൻ ആഫ്റ്റർ ദ ഷോ കഴിഞ്ഞതിന് ശേഷം, പാമ്പിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും അവരവിടെ തന്നെ പീപ്പിൾ എന്ത് ചെയ്യാണ്? വുഡ് സ്റ്റേ ഓൺ, അവിടെ നിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ദേ ന്യൂ ദാറ്റ് ഇൻ അവർ ടിൻ ബോക്സ് there were many type of medicines. അവരുടെ കയ്യിൽ കുറെ മെഡിസിൻസും ഉണ്ട്. എന്താണ് ഈ പച്ചിലകള്, അതേപോലെ തന്നെ ഫോറസ്റ്റ് പോയി കണ്ടുപിടിക്കുന്ന കുറെ വേരുകള്, റൂട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല മെഡിസിൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ പേര് എന്ത് ചെയ്യാറുണ്ട്? ഈ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ദാറ്റ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് അവരവിടെ നിൽക്കാറുണ്ട്. അപ്പം ഐ ഹാഡ് ലേൺ ഓൾ ദിസ് ഫ്രം ഗ്രാൻഡ് ഫാദർ. ഐ ഫെൽ നൈസ് ഐ കുഡ് ഹെൽപ്പ് പീപ്പിൾ വിത്ത് മൈ മെഡിസിൻ ഈവൻ ഇഫ് ഡോക്ടർ ഹോസ്പിറ്റൽ വെയർ ഫാർ ഓഫ്. അപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പിടിയിൽ എത്തിയില്ലെങ്കിൽ, സമയത്തിനനുസരിച്ച് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെയുള്ള നാടിൻ വൈദ്യന്മാരൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട് എന്നാണ് നമ്മുടെ ആര് പറയുന്നത്? സപ്പേറസ് ആയിട്ടുള്ള നമ്മുടെ ആര്യൻ പറയുന്നത് അല്ലേ. അപ്പൊ ഇൻ റിട്ടേൺ people would give us some money for food grains. അപ്പൊ നമുക്ക് തന്നു കഴിയുമ്പോൾ എന്തായാലും അവരുടെ തൊഴിലല്ലേ മക്കളെ, ജോബാണ്. സോ അവർക്ക് എന്തായാലും അതിനുള്ള സാലറി വേണം, ശമ്പളം വേണം. സോ നമ്മൾ അവർക്ക് ഒന്നില്ലെങ്കിൽ മണി എടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഫുഡ് ഗ്രെയിൻസ്, പണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദാരിദ്ര്യത്തിന്റെ സമയമാണല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. സോ അതിന് വേണ്ടിയിട്ട് ഫുഡ് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. സോ കുറച്ച് പഴയ സ്റ്റോറി ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റോറിയിൽ നമ്മുടെ ആരും നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ സംടൈംസ് ഐ വാസ് കോൾഡ് ദ പ്ലേസ് വയർ സം people had been bitten a snake. ചില സമയത്ത് ഇവരൊക്കെ പെട്ടെന്ന് വിളിക്കാറുണ്ട് അല്ലേ. അപ്പൊ ചില സമയത്ത് ഈ ആരിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ പോയിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ ഫ്രം ദ മാർക്സ് ഓഫ് ദ ബൈറ്റ് ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വിച്ച് സ്നേക്സ് ഹാഡ് ബൈറ്റൺ ദ പേഴ്സൺ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു അളവ് വെച്ചിട്ട്, ഇപ്പോൾ ഒരു മുറി തട്ടിയതുണ്ടെങ്കിൽ അതിൻ്റെ അളവ് വെച്ചിട്ട് ഏത് പാമ്പാണ്, വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്നൊക്കെ ഈ പറയുന്ന സ്നേക്ക് ചാമേഴ്സിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവരെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് അവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നതായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഈ പാമ്പാണ് കടിച്ചത്, ഇത് വിഷമാണ്, പോയിസണസ് ആണ് എന്നവർ പറയും. Okay, and I would give them medicine for them, but I have not always be the time to help. As you know, some snake bites can even cause death on the spot. അല്ലേ, ചിലര് പാമ്പ് കടിയേറ്റ് ഓൺ ദ സ്പോട്ടിൽ മരിക്കും. കാരണം അത്രയും പോയിസണസ് ആയിട്ടുള്ള ചിലത് വന്നു കഴിഞ്ഞാൽ ആ മെഡിസിൻ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. കാരണം അത്രയും പെട്ടെന്നാണ് ഈ പോയിസൺ നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്താൽ അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ, ബട്ട് മോസ്റ്റ് ഓഫ് ദ സ്നേക്സ് ആർ നോട്ട് പോയിസണസ്. മെജോറിറ്റി അല്ലെങ്കിലും എന്നാലും ആ പോയിസണസ് ആയിട്ടുള്ളത് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. നമുക്ക് എന്ത് സംഭവിക്കും? ഡെത്ത് വരെ സംഭവിക്കും. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാന്നറിയോ, സ്നേക്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കെയർഫുൾ ആയിട്ട് പോവുക. നമ്മൾ മാക്സിമം നമ്മുടേതായിട്ടുള്ള പ്രൊട്ടക്ഷൻ ചെയ്യുക. അവരെ ഉപദ്രവിക്കാണ്ട് ഒന്നും ചെയ്യില്ലടാ മക്കളെ. സ്നേക്ക് വെറുതെ വന്ന് കടിച്ചു പോവില്ല. അവരെ ഉപദ്രവിച്ചാലാണ് മെയിനായിട്ട്. അപ്പോൾ അവരെ ചവിട്ടുക, അവരെന്തെങ്കിലുമൊക്കെ ആക്കുമ്പോഴാണ് മെയിനായിട്ട് ഉപദ്രവിക്കുക. പിന്നെ ആക്സിഡൻ്റലി അറിയാണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിനുള്ളിലൊക്കെ കയറി കഴിയുമ്പോഴാണ് നമ്മൾ ചില സമയത്ത് അത് അറിയാണ്ട് പോകുന്നത്. എന്തായാലും ഒരു സ്നേക്ക് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കേസ് എന്താണ്? നമ്മൾ അപ്പം തന്നെ മെഡിക്കൽ എമർജൻസി സ്വീകരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കേസ്. സോ സംടൈം വെൻ സം ഫാമേഴ്സ് could come running for help shouting snake snake എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കാറില്ലേ? മിസ് പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് മിസ് ടാസ്ക് തരുന്നുണ്ട്. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ട ഒരു കേസ് ഉണ്ട്. ആൻഡ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പാമ്പ് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് അവർ വേഗം വന്നിട്ട് അത് ക്യാച്ച് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഓൾ ക്യാച്ച് സ്നേക്സ് വാസ് സംതിങ് ഐ ഹാഡ് ബീൻ ഡൂയിങ് സിൻസ് മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡിൽ അവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആരും നമ്മളോട് പങ്കുവെക്കുന്നത്. അതേപോലെ ഗ്രാൻഡ് പേയുടെ കേസ് ഒക്കെ പറയുന്നുണ്ട് അല്ലേ.
അത് നല്ലൊരു ഗുഡ് ഓൾഡ് ഡേയ്സ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ ടിവിയും കാര്യങ്ങളൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഒന്നും അല്ല ആര്യൻ്റെ കേസിൽ. അവർ ഒരുപാട് അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവരത്രയും അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആളുകളാണ് അല്ലേ. സോ വെൻ ഐ ഗ്രോ ഓൾഡർ മൈ ഫാദർ ടോട്ട് മീ ഹൗ ടു റിമൂവ് ദ പോയ്സണസ് ടീത്ത്. അപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ അവർ പഠിപ്പിച്ചു കൊടുക്കും, അവരുടെ മക്കളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. ആ ടീത്ത് നമ്മുടെ പാമ്പിന്റെ വായിൽ ആ പല്ലുണ്ട് വിഷപ്പല്ല എന്നാ പറയാ, അതെടുത്ത് മാറ്റിയ പിന്നെ പാമ്പാടാ പാവമാടാ. കാരണം എന്താന്ന് വെച്ചാൽ കടിച്ചാലും നമുക്ക് ഒരു എഫക്റ്റും വരില്ല. ആ ഒരു വിഷ അവരുടെ കയ്യിൽ നിന്ന് എടുത്തോ ഒരു പ്രശ്നമില്ല. പോയിസൺ ആണ് ഏറ്റവും വലിയ പ്രശ്നം. സോ ഹി ഓൾസോ ടോട്ട് മീ ഹൗ ടു ക്ലോസ് ദ ട്യൂബ് ഓഫ് പോയിസൺസ് ഇൻ ദ സ്നേക്സ് മൗത്ത്. അങ്ങനെ ആ സ്നേക്കിന്റെ മൗത്തിൽ നിന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ടും അവർ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. സോ പണ്ട് കാലത്തുള്ള ഈ കബീറാസ് പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ ആര്യന്റെ സ്റ്റോറി. അപ്പൊ ആര്യന്റെ സ്റ്റോറി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അത് മിസ് ഇപ്പൊ പറഞ്ഞു തന്നു. ഇനി ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ സ്റ്റോറി. വാട്ട് ഈസ് യുവർ സ്റ്റോറി? നിങ്ങളുടെ സ്റ്റോറി, നിങ്ങൾ പണ്ട് കാലത്തുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ പാമ്പിനെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസോ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് റിലേറ്റഡ് ആയിട്ടൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ സ്നേക്കിനെ പറ്റിയിട്ട്. സോ ആ എക്സ്പീരിയൻസ് മിസ്സിനെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഷുവറായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയാൻ മിസ് എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് അതൊക്കെ വായിച്ചൊക്കെ നോക്കും മിസ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണാതെ മക്കളെ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് ഇനിയും നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെക്കും ബൈ ബൈ.